ഒരുപാട് ഹീറോസിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ഒരു കുട്ടിയുണ്ട്. ഇന്ന് ആ കുട്ടി ഒരു ലീഡ് ആക്ടറായി തന്നെ പല സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞു. ദ വെരി വേഴ്സറ്റൈൽ ആക്ടർ ഷെബിൻ ബെൻസൺ. ഷെബിൻ, വെൽക്കം ടു സൺഡേ ഫൺഡേ. എവിടുന്ന് തുടങ്ങണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇടുക്കി ഗോൾഡ് മുതൽ എവിടെ വരെ എത്തി നിൽക്കുകയാണ് ഈ ഒരു 15ഓളം പടം അല്ലേ? 15ഓളം സിനിമ. എത്ര വർഷമായി? 2012 7 വർഷം. അതൊരു അസറ്റ് അല്ലേ? അസറ്റിനൊക്കെ അപ്പുറം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പടം കഴിയുമ്പോൾ. സിനിമയിൽ എന്താ ഏറ്റവും കൂടുതൽ പഠിക്കാൻ തോന്നിയിട്ടുള്ളത്? അഭിനയാണോ അതോ ബാക്കിലുള്ള? എനിക്ക് ബാക്കില് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 12th കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത കോഴ്സ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. SRM യൂണിവേഴ്സിറ്റി ചെന്നൈന്നായിരുന്നു ചെയ്തത്. എനിക്ക് ബാക്കിലെ ടെക്നിക്കൽ സൈഡൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പം സിനിമാറ്റോഗ്രഫിയാണ് കുറച്ചുകൂടി താല്പര്യമുള്ള ഒരു ഏരിയ. എനിക്ക് ഫോട്ടോഗ്രഫി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു കോഴ്സ് തന്നെ ചെയ്തത്. എനിക്ക് ബാക്ക് സൈഡ്, അതായത് നമ്മൾ ടെക്നിക്കൽ സൈഡ് കുറച്ചുകൂടി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഇപ്പൊ ആക്ട് ചെയ്യുന്ന സമയത്തും അത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് തോന്നും. അപ്പം അതൊക്കെ കൊണ്ടാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചൂസ് ചെയ്യുന്നത്. കളിയിലേക്ക് വരാം. കളിനെ പറ്റി കളി ഷെബിന്റെ ഫസ്റ്റ് മൂവി ലീഡ്, എന്റെ ആദ്യത്തെ ലീഡ് സിനിമയായിരുന്നു. ടീൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ. പക്ഷെ ആ സിനിമ അത്ര ഹിറ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് 18 to 25 പ്രായത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഫാമിലി അങ്ങോട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ആ ഒരു ഏജിലുള്ള കുറേ നല്ല റെസ്പോൺസാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആക്റ്റീവായിട്ടുള്ള ഒരു ടാർഗറ്റ്, ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അവരുടെ അടുത്ത് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കളിക്ക് ശേഷം ഞാൻ പിന്നെ പവിയേട്ടൻ്റെ മധുരച്ചൊല്ല് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശ്രീനിവാസ സാറിൻ്റെ കൂടെ. ലെന ചേച്ചി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിരുന്നു. ശ്രീനിച്ചാൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. അതും ഇതേപോലെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ശ്രീനിവാസ സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ്. തുടക്കക്കാരനെന്ന നിലയിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം പവിയേട്ടനെ മരിച്ചൂരിൽ ശേഷം മിസ്റ്റർ മിസ് റൗഡി ഉണ്ടായിരുന്നു, ജിത്തു ചേട്ടൻ്റെ. പിന്നെ 1.5 പ്രണയകഥ ഉണ്ടായിരുന്നു. അതായിരുന്നു പിന്നെ വേറൊരു ലീഡ് സിനിമ ചെയ്തിരുന്നത്. അതും അത്ര വർക്കൗട്ട് ആയിട്ടില്ലായിരുന്നു. തുറന്നു പറയല്ലോ, നമ്മൾ വെറുതെ നമ്മളെ തന്നെ പൊക്കി പറയുന്നത്. അതും അത്ര വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ അല്ല, നമ്മൾ ഓരോ സ്ഥലത്തിനും ഓരോ എക്സ്പീരിയൻസ് ആണ്, നമ്മളെല്ലാവരും പഠിക്കുകയാണ്. മിസ്റ്റർ മിസ് റൗഡി നല്ല, ഞാൻ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്തൊരു സിനിമയാണ് ജിത്തു ചേട്ടൻ്റെ കൂടെ. അവിടുന്ന് കഴിഞ്ഞിട്ട് വൈറസിലേക്ക് എത്തി നിൽക്കണോ? അത് വേറെ തന്നെ ഒരു ലോകമായി മാറി ഉണ്ടാവും അല്ലേ? ഷൂട്ട് ചെയ്യുന്ന സമയത്തും വൈറസിനെ കുറിച്ച് പറയാം. അത് കേട്ടപ്പോ എന്താ ആദ്യം കുട്ടിക്ക് തോന്നിയത്? ഇപ്പം അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഓരോ ആക്ടേഴ്സിനും എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് എല്ലാവർക്കും താല്പര്യമാണ്. അപ്പം എനിക്കാണെങ്കിലും ഞാനത് കഥ കേൾക്കാനൊന്നുമില്ല, എനിക്കിതിനൊരു അവസരം തരുമെന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് ബിനിച്ചേട്ടൻ, പിന്നെ ഇതിൻ്റെ റൈറ്റേഴ്സ് ഉണ്ട് മൂസിനക്കയും ഷറഫിക്കയും സുഹാസൊക്കെയും. ഇവർ 4 പേരുമാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആഷിക്കേട്ടൻ ഓക്കെ പറയുന്നതും. കാരണം ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എന്നെ പോലെ ഒരാൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞു. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാൻസ് ചോദിക്കാറുണ്ട്. എന്തോ ദൈവം സഹായിച്ച് കറക്റ്റ് ആ ഒരു ക്യാരക്ടർ എന്നെ പ്ലേസ് ചെയ്തു. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ആക്ച്വലി. രാജീവേട്ടൻ ക്യാമറ, അത് തന്നെ എനിക്ക് ആഷിഖാനോട് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. പക്ഷെ രാജീവേട്ടൻ്റെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എങ്ങനെയായിരിക്കും എന്നുള്ള നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സീൻ ചെയ്യുമ്പോൾ ഞാൻ ചാക്കോച്ചൻ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു ആദ്യത്തെ ബൈക്കിൽ ഒരു സീൻ ഉണ്ടായിരുന്നു, ഒരുമിച്ചുള്ള സീൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനിതിനു മുന്നേ ചിറകൊടിഞ്ഞ കിനാവുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ ചാക്കോൻ ചേട്ടൻ ചെറുപ്പാലം ചെയ്തിട്ടുണ്ട്. അപ്പം ചെറുപ്പാലം ചേട്ടി ഇപ്പോൾ ഒരുമിച്ച് അഭിനയിക്കുകയാണ്. അപ്പം ആദ്യമായിട്ടാണ് ചാക്കോൻ ചേട്ടൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കാരണം ഒരു ടേക്ക് എക്സ്ട്രാ പോകാൻ പാടില്ല. കാരണം അവർ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളാണ്, അവർക്കൊരു ബുദ്ധിമുട്ടാകും. ആ ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ ക്യാരക്ടർ, ഈ യഹിയ എന്നായിരുന്നു ക്യാരക്ടറിൻ്റെ പേര്. ഇത് നമുക്കറിയുന്ന കഥയാണെങ്കിലും കുറച്ചൊക്കെ ഫിക്ഷനൊക്കെ തന്നെയാണ്. ഈ ക്യാരക്ടർ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഈ പോഷൻ പറഞ്ഞു, എനിക്ക് വരുന്നതിന് മുന്നേ പറഞ്ഞു തന്നിട്ടൊന്നുമില്ലായിരുന്നു, ഫോണിലും ഒന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ സെറ്റിൽ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ബ്രീഫ് എനിക്ക് തരുന്നത്. അപ്പോൾ സുഹാസിക്കയും ഷർഫയ്ക്കും കൂടി എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഷെബിനെ
എനിക്കിത് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു നീ ഇപ്പം തൽക്കാലം ആരോടും മിണ്ടണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് യഹിയ എന്ന് പറയുന്നത്. എന്നോട് ഒരു മണിക്കൂറത്തേക്ക് മിണ്ടിക്കോ, ആരെങ്കിലുമൊക്കെ ചിരിക്കുകയാണെങ്കിലും നീ ചിരിക്കണ്ട എന്ന് പറഞ്ഞു. അത് ആക്ച്വലി ഭയങ്കരമായിട്ടും വർക്കൗട്ടായി. ഒരു മണിക്കൂറിന് ശേഷം എന്നെ ആ സീനിലോട്ട് കൊണ്ടുവരുന്നു, ചാക്കോ ഞാനായിട്ട് ടേക്ക് എടുക്കുന്നു. ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആവും. കാരണം ആ ഒരു പ്രോസസ്സ് കണ്ടില്ലേ, ഭയങ്കര രസമല്ലേ, മെത്തേഡ് ആക്ടിങ്. അപ്പം അങ്ങനത്തെ നല്ല നല്ല എക്സ്പീരിയൻസ് ആ സിനിമയിലുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം ഈ ക്യാരക്ടറും ആൾക്കാരുടെ മനസ്സിലിരിക്കും. ആദ്യമൊന്നും നമ്മൾ അങ്ങനെ നോട്ടീസ് ചെയ്യില്ല. ആ സിനിമയുടെ ഗ്രാജുവലി ഉള്ള പോക്കിലാണ് ഈ ക്യാരക്ടറിനും അത്രയും ഇമ്പോർട്ടൻസ് കിട്ടും. ഞാൻ ആക്ച്വലി എന്റെ ക്യാരക്ടറിന് ഇത്ര ഇമ്പോർട്ടൻസ് ഒന്നും വിചാരിച്ചിട്ടില്ല. പടം കാണുമ്പോഴാണ് എനിക്ക് ഇത്ര ഇമ്പോർട്ടൻസ്. ഞാൻ സൈഡിൽ ചാക്കോ ചാട്ടനും ഇപ്പുറത്തെ ടോവിനോ ചാട്ടനും കയറിപ്പണം. അപ്പൊ ഞാനിങ്ങനെ സൈഡിലേക്ക് കൊള്ളാലോ, ഇതായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ വൈറസ് റിലീസിന് മുന്നേ നമ്മുടെ കൊച്ചിയിൽ നിപ്പേന്റെ ഇതുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നല്ല ഡിപ്രഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലിറ്ററലി ഞാൻ ഡിപ്രഷൻ അടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് നേരിട്ട് അവിടെ പോയി ഷൂട്ട് ചെയ്ത് അവിടുത്തെ വിവരങ്ങളും ഇൻഫർമേഷൻസ് ഒക്കെ അറിഞ്ഞപ്പോൾ നേരിട്ട് കുറേ പേരൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ആ ഇൻഫർമേഷൻ എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇതുകൊണ്ടെന്ന് പറഞ്ഞപ്പം ഭയങ്കരമായിട്ടും ടെൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഹാപ്പി ആയി. കാരണം ഒരു ആശ്വാസം കിട്ടി. സിനിമയിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയും അതെങ്ങനെ അതിനെ നമ്മൾ എങ്ങനെ തന്നെ മാറ്റാൻ കഴിയും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര ആശ്വാസമായി.